അകലെ നിന്നുള്ള കാഴ്ചകൾ ബന്ധങ്ങൾ അടുക്കുകയില്ല. അരികിലേക്ക് ചേരുമ്പോഴാണ് ബന്ധങ്ങളുടെ ആഴം വർദ്ധിക്കുക. യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അരികിൽ വന്ന് ചോദിക്കുന്നുണ്ട്, നീ എവിടെയാണ് വസിക്കുന്നത്? യേശു പറഞ്ഞുത്തരവുണ്ട്, വന്ന് കാണുക. അവർ വന്നു കാണുക മാത്രമല്ല, കൂടെ വസിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്നവരെ കാണുക, ദൈവത്തിലുള്ള സ്നേഹം കൂടുതൽ ആഴപ്പെടുക, ആ സ്നേഹം കൂടുതൽ തീഷ്ണതയിൽ ജ്വലിക്കുക. കൂടെ വസിക്കാൻ മനസ്സുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ തമ്പുരാൻ്റെ കൂടെ ആവാൻ മനസ്സുണ്ടോ എന്നുള്ളതാണ്. ഈ തിരക്കുകൾക്കിടയിൽ, ഓട്ടങ്ങൾക്കിടയിൽ എൻ്റെ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാൻ, ദൈവത്തിൻ്റെ ഒപ്പം വസിക്കാൻ, ദൈവത്തോട് സംസാരിക്കാൻ, ദൈവത്തിൻ്റെ കൂടെയാകാൻ സമയം കണ്ടെത്തണമെന്നുള്ളതാണ്. ആ ശിഷ്യന്മാർ അത് കണ്ടെത്തിയപ്പോഴാണ് അവർക്ക് ദൈവത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്, ആ ബന്ധം കൂടുതൽ വളരാൻ സാധിച്ചത്. അല്ലെങ്കിൽ പതുക്കെ പതുക്കെ അകലങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. ഈ ബന്ധങ്ങൾ വെറും ഒരു അർത്ഥമില്ലാത്ത ബന്ധങ്ങളായിട്ട് മാറും. അർത്ഥമുള്ള ആഴമുള്ള ബന്ധങ്ങളാകണമെങ്കിൽ, സ്നേഹം ജ്വലിക്കണമെങ്കിൽ കൂടെ വസിക്കണം. കൂടെ വസിക്കാൻ സമയം കണ്ടെത്താം. പ്രാർത്ഥിക്കാം.